കഴിഞ്ഞ ദിവസം ഒരു 25 ദിവസം നാഗാലാൻഡിൽ, അതായത് കൊഹിമ മണിപ്പൂരിനൊക്കെ അടുത്തായിട്ട് ഇവിടെ ഒരു മോനിരിപ്പുണ്ടായിരുന്നു. 20 വികലാംഗരെയും കൊണ്ട് ഒരു മിഷന് പോയിട്ട് വന്ന വഴി ഇങ്ങോട്ടാണ് വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20 പേരും വികലാംഗര, കാഴ്ചയില്ല, തളർന്നു കിടക്കുന്നവരെ, കൈകാലുകൾ ശോഷിച്ചവരെ. അവരുടെ കൂടെ ഒരു 10 ആരോഗ്യമുള്ള കൈകാലുള്ള ഞങ്ങളെപ്പോലുള്ള കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകുമ്പോഴേ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു, പട്ടിയും പാമ്പും തിന്നരുത്. പട്ടിയും പാമ്പും വെറൈറ്റിയാണ് അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആഴമായി അറിയുകയും അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്ത മക്കളാണ് നമ്മൾ ഓരോരുത്തരും, ഇല്ലേ? അല്ലേ? ചോദ്യത്തിന് ഉത്തരവൊക്കെ പറയണം കേട്ടോ, സമ്മാനമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അച്ഛൻ പറഞ്ഞു ഡിവൈൻ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മയുണ്ട്. ഡിവൈൻ ധ്യാനം കൂടി കഴിയുമ്പോൾ 5 10 മക്കളെ പ്രാർത്ഥിക്കുവാനിടയില്ലാതെ അലഞ്ഞിരുന്നൊരു സമയമുണ്ട്, ഞാൻ ഉറക്കം. ഹല്ലേലൂയ. അവിടെ അച്ഛനൊരു പ്രത്യേക സന്ദേശമുണ്ടായി. ധ്യാനം കൂടിയ ഹൈന്ദവ മക്കളായ മക്കളെ ജില്ലകളിലും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഡിവൈൻ കൂട്ടായ്മ. ആദ്യം ഡിവൈൻ ഫെലോഷിപ്പ് ആയിരുന്നു. അങ്ങനെ ആ ഡിവൈൻ കൂട്ടായ്മയിലേക്ക് ചേർന്നു. പ്രിയപ്പെട്ടവരെ, 35-40 വർഷമായി യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് ഓടുകയാ, കുതിര ഓടുന്ന പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ മക്കളും സഹോദരങ്ങളും പറയും, ഇത് എന്തൊരു ഓട്ടാ ഓടണേ, എൻ്റെ കൂടെ നടക്കാൻ ആർക്കും പറ്റത്തില്ല. ഇന്നെനിക്ക് 69 വയസ്സായി, പക്ഷേ തളർച്ചയില്ല, ക്ഷീണമില്ല. യേശയ്യ 40:31 പറയുന്നു, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, നടന്നാൽ ക്ഷീണിക്കുകയോ ഓടിയാൽ തളരുകയോ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, ഹെബ്രായർ 4:12, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാ അകത്തളങ്ങളും വിവേചിച്ചറിയുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം സ്വീകരിക്കുകയും ദൈവവചനം ഭക്ഷിക്കുകയും ദൈവവചനം അനുവർത്തിക്കുകയും ദൈവവചനം ജീവിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം വരും, ഉറപ്പാ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബാക്കി പറ. ആരാൻ്റെ കുരിശെടുക്കാനൊന്നും പറഞ്ഞില്ല, കെട്ടിയോൻ്റെ കുരിശെടുക്കാൻ പറഞ്ഞില്ല, മക്കളുടെ കുരിശെടുക്കാൻ പറഞ്ഞില്ല. നിന്റെ കുരിശ്, നീയാവുന്ന കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാനേ പറഞ്ഞിട്ടൊരു മുന്നേ ഓടാനൊന്നും നിൽക്കണ്ട. മുന്നേ ഓടിയാൽ ഉള്ള കുരിശും കൊണ്ട് മോന്തയും കുത്തി വീഴും, പിന്നെ മോർച്ചറിയിൽ പോയി കിടക്കേണ്ടി വരും, അല്ലേ കാഷ്വാലിറ്റിയിൽ പോയി കിടക്കേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവ് എന്തു പറയുന്നുവോ അതനുസരിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ, അല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി മകനെ, മകളെ. എന്തിനാ വെറുതെ കുരിശു എടുത്ത് മുന്നോട്ട് ഓടാൻ നിൽക്കുന്നത്? പിറകിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യേശുവിൻ്റെ പുറകെയാണെങ്കിൽ വഴി നമുക്കൊരിക്കലും തെറ്റൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഇവിടേക്ക് വിളിച്ചത് അച്ഛൻ പറഞ്ഞിട്ട് ജോർജ് ബ്രദറാണ് വിളിച്ചത്, കണ്ണൂർ ജോർജ്. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, കുറേ പ്രാവശ്യം എന്നെ വിളിച്ചു ഫോണിൽ. ഞാൻ ചോദിച്ചു, ആരാണ് ബ്രദർ? ആദ്യം മോനെ എന്നൊക്കെയാണ് വിളിക്കുക, പിന്നെ പറഞ്ഞു ജോർജാണ്. അപ്പോൾ എനിക്ക് കുറേ ജോർജ് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ പറഞ്ഞു കണ്ണൂർ ജോർജാണ്, സീനായിൽ ശുശ്രൂഷ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ അന്നേരം പറഞ്ഞു, സീനായിലൊരു ക്ലാസ് എടുക്കണം. ഓക്കെ, എവിടെ വിളിച്ചാലും ഞാൻ റെഡിയാ. ഹല്ലേലൂയ. ഒരുങ്ങട്ടെ എന്ന് പറയുന്ന പ്രശ്നമില്ല, ഞാൻ എപ്പോഴും ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. ആരെനിക്കായി പോവും? ചോദ്യം നിങ്ങളോടും ചോദിക്കാം, ആരെനിക്കായി പോകും? അപ്പോൾ പറയും, കുട്ടികളുണ്ട്, കെട്ടിയോനുണ്ട്, ചോറുണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കണം, മക്കൾക്ക് ട്യൂഷനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മാടുണ്ട്, ആടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാനായിട്ട് സാധ്യമല്ല. ഇതാണ് സമയം, ഇതാണ് സ്വീകാര്യമായ സമയം, നാളെ എന്ന് മാറ്റിവെക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, ഞാൻ നാഗാലാൻഡിലാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വരുമോ? ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇന്നലെ രാവിലെ ട്രെയിൻ കയറിയിട്ട് സിസ്റ്റർമാരെ ഏൽപ്പിച്ചു. ജോർജ് ബ്രദർ ഇവിടുന്ന് പോയി. അപ്പോൾ സിസ്റ്റർമാരുടെ അടുത്ത് നിന്ന് വീണിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. എന്നാണെന്നറിയാവോ? എന്താണ് പദ്ധതി? ജെറമിയ 29 പറ വചനം പറ. നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി ദൈവത്തിനുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന്. പ്രിയപ്പെട്ടവർ, ഞാൻ ട്രെയിനിലിരിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ആ മകനെക്കുറിച്ച് ഓർത്തു. ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ, നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അപ്പോൾ സിസ്റ്റർ അടുത്ത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആരെക്കുറിച്ചാണോ ചിന്തിച്ചത്, ആ മകൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എവിടെയാണ് ബാലാമണി ചേച്ചി? ഞാൻ പറഞ്ഞു, അവനൊരു അച്ചായൻ്റെ ശബ്ദമൊക്കെ ഉച്ചരിച്ച് എന്നെ പറ്റിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതാ പാലക്കാട്ടേക്ക് വരികയാണ്. അപ്പം എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാമോ? പ്രിയപ്പെട്ടവരെ, 40 വർഷങ്ങൾക്ക് മുമ്പ് അറിയും, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ കുട്ടിയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ആ മകനാണ് എന്നെ വിളിക്കുന്നത്, പാലക്കാട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം, എന്നെ വന്ന് കൊണ്ടുപോയാൽ മതി. അങ്ങനെ പാലക്കാട് ഒലവോക്കോട് ജംഗ്ഷനിലിറങ്ങി ഈ മകൻ വന്നു. പക്ഷേ എനിക്ക് ഇവനെ അറിയത്തില്ല, കുഞ്ഞുനാളിൽ കണ്ടതാ. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. പറഞ്ഞൊക്കെ കൊടുത്തിട്ടും എനിക്കവനെ അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുക, ഫ്രണ്ടിൽ തന്നെ. അപ്പം എന്നോട് ആ മോൻ ഒറ്റ ചോദ്യം, ചുമന്ന സാരിയാണോ ഉടുത്തിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു അതെ. നീ എവിടെയാ? എന്നാൽ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് വാ, ഒരു തൊപ്പിയിട്ടിട്ടൊരു മൊട്ടത്തലേൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ രഹസ്യം പറയാനല്ല, പക്ഷേ യുഗാന്ത്യങ്ങൾക്ക് മുൻപേ നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്ന ദൈവം എൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഹൈന്ദവ കുടുംബമാ. പ്രിയപ്പെട്ടവരെ, ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ദൈവത്തിന് പക്ഷപാതമില്ല. ഹല്ലേലൂയ. ആ മക്കളുടെ വീട്ടിലേക്ക് പോകുന്നു, അവിടെ അവരുമായിട്ട് സംസാരിക്കുന്നു. എൻ്റെ സ്വന്തം ആങ്ങളെ പോലെ ഒരു ഭവനമുണ്ട്, അവിടേക്ക് പോകുന്നു. ഇവൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി സന്തോഷമായിട്ട് അവിടെ ചെന്ന് കിടന്നുറങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവന് കുറേ നാൾ മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. എന്നിട്ട് മറ്റേ ഇതെല്ലാം ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ 1991 ഡിസംബർ 21 വിശ്വാസത്തിലേക്ക് വന്നതാണ്. ഇനി തിരിച്ച് ഞാനൊരു നടത്തമില്ല. അതുകൊണ്ട് സ്നേഹമൊക്കെ സ്നേഹമാ, അല്ല, സ്നേഹമെല്ലാം സ്നേഹമാ. മറ്റൊരു തരത്തിലേക്ക് പോകാൻ എന്നെ നിർബന്ധിക്കരുത്, അത് ഞാനതിനെ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും അവരുടെ വീട്ടിലേക്കൊക്കെ പോയി. അവൻ എന്നെ പള്ളി കാണിച്ചു. ഞാൻ ആദ്യം ഏത് വീട്ടിൽ ചെന്നാലും ആര് വിളിച്ചാലും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, പള്ളി അടുത്തുണ്ടോ? അപ്പം ചോദിക്കുക, എന്താ പെരുന്നാൾ നടത്താനാണോ? ഞാൻ പറഞ്ഞു അല്ല, വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം, കുമ്പസാരിച്ച് വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം മാത്രമേ ആൾത്താരുടെ മുൻപിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് കയറാറുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബലിയർപ്പണമില്ലാതെ ഒരു ശുശ്രൂഷകനും പോവരുത്. ഒരു ബലിയർപ്പണമില്ലാതെ, ദിവ്യകാരുണ്യ സ്വീകരമില്ലാതെ, ഒരു ബലിയർപ്പണത്തിലേക്കും പോകാതെ ഒരു ശുശ്രൂഷകയും പോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും വില കൊടുത്താണെങ്കിലും പോകണം. ഹല്ലേലൂയ. എന്തായാലും അങ്ങോട്ട് കാറിൽ പോകുമ്പോൾ അവൻ എന്നോട്, ഞാൻ പറഞ്ഞു മോനെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പള്ളിയുണ്ടോ? ഹിന്ദുസാണ്, എന്നാലും എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് ചോദിക്കും. ആ മോൻ പറഞ്ഞു ഉണ്ട് മാലാമണി ചേച്ചി, ഈ പാലത്തിൻ്റെ അപ്പുറേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഞാൻ അവിടെ എന്നെ കാണിച്ചു. ഞാൻ അവിടെ പോയി, പള്ളിയിൽ കുർബാനയില്ലായിരുന്നു, കോൺവെൻറ്റിൽ പോയി അവരെയെല്ലാം പരിചയപ്പെട്ട് മനോഹര ദിവസത്തിൽ പ്രഭാതത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. പ്രിയപ്പെട്ടവരെ, ആണ് ഡ്രൈവറാണ്, കുടുംബജീവിതമായിട്ട് സ്വസ്ഥമായി കഴിയുന്നു. അവനൊരു മോള്. എൻ്റെ മകള് രാജസ്ഥാനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ നാട് ആന്ധ്രയിലാണ്. അവൾക്ക് 2 മക്കൾ. അവൾ ഇസ്രായേലിൽ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും രാജസ്ഥാനിൽ, അവൻ ടീച്ചർ, അവിടെ പഠിക്കുന്നു മക്കൾ. ഹല്ലേലൂയ. ഇത്രയുമാണ് എൻ്റെ ചുരുങ്ങിയ ജീവിതം. ഹല്ലേലൂയ. ഇനി ചിലർ ചിന്തിക്കും,
എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് അതിപ്പോൾ പറയുന്നില്ല, ലാസ്റ്റ് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇച്ചിരി നേരം പറയാൻ പോകുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എങ്കിലും റോമ 8:28 എന്താണ് പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപം 23 മൂന്നാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ അരോചകമായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചേട്ടനോട് മൈക്ക് കുറയ്ക്കാൻ പറയണം. അതുകൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുന്നുണ്ട് 20-ാം വാക്യം, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ കള്ളം പറയുന്നു. അപ്പം എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്? കുമ്പസരിക്കേണ്ട അത്രയും കള്ളം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമൂഹത്തിൽ പോയിട്ട് സ്നേഹിച്ചത് കൊണ്ട് കാര്യമില്ല, ആദ്യം കുടുംബത്തിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഞാൻ നാഗാലാൻഡിൽ പോയി, വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും വേറിട്ട്, ഡൈവേഴ്സ് അല്ലാണ്ട് വേറിട്ട് താമസിക്കുന്ന അവസ്ഥ. ന്യൂ ജനറേഷൻ യുവാക്കൾ കഞ്ചാവിനും മയക്കുമെന്നിനും ഈ ഇതെന്തെന്നാ പറയുക, പൊളിത്തീനോ എന്തെന്നാ അതിനൊക്കെ പറയുക, എന്തൊക്കെയോ ഒരു ഭാഷയൊക്കെ ഉണ്ട്. എന്തായാലും അതിനൊക്കെ അഡിക്റ്റാണ്. അങ്ങനെ കഴിയുന്നൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കാൻ സാധിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നതിലല്ല, അതുമാത്രമല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നിന്റെ കുറവോടുകൂടെ, നിന്റെ ബലഹീനതയോടുകൂടെ, നിന്റെ പോരായ്മയോടുകൂടെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എവിടെയോ ആയിരിക്കേണ്ടിയിരുന്ന, എവിടെയോ കയറി നശിച്ചേണ്ടിയിരുന്ന, എവിടെയോ മരണപ്പെട്ടു പോകേണ്ടിയിരുന്ന എന്നെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നേക്കാൾ ശ്രേഷ്ഠരാണ് ഈ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ ആ വിളിക്കനുസരിച്ച് വിശ്വസ്തമായിട്ടുള്ള ഒരു ശുശ്രൂഷ നീ ചെയ്യണം. ഹല്ലേലൂയ. മാർത്തയുടെ സ്വഭാവമായിരിക്കരുത്. മാർത്തയെക്കുറിച്ച് അറിയാലോ, മാർത്തയും മറിയും അറിയാവോ? മാർത്തയും മറിയും ഇങ്ങനെ ഇരിക്കുമ്പോൾ മാർത്ത യേശു വരുന്നത് കണ്ട് സന്തോഷത്തോടുകൂടെ അവനെ സ്വീകരിച്ചു. ഓക്കെ, അവനെ സ്വീകരിച്ചതിന് ശേഷം ഇവളെന്ത് ചെയ്തു? മറിയം എന്ത് ചെയ്തു? മറിയവും അവളും കൂടി സ്വീകരിച്ചു. മറിയം എന്ത് ചെയ്തു? യേശുവിൻ്റെ പാദാന്തികത്തിൽ ചുമ്മാ ഇരുന്നതാണോ? വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്ത അടുക്കളയിലേക്ക് പോയി. ഇന്നത്തെ ഭാര്യമാരുണ്ട് പിറുപിറുന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഇട്ടുകൊണ്ട് ചുമ്മാ പണിയും. എന്നാൽ സന്തോഷത്തോടുകൂടെ പണിയാണ്, ആ ചോറ് തിന്നുമ്പോൾ ഒരു രസമുണ്ട് അല്ലേ? അല്ലാതെ പിന്നെ ഈ മാർത്ത അടുക്കളയിലേക്ക് കയറി ചറപുറാന്നും പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവളോട് മറിയം സഹായിക്കാഞ്ഞിട്ട്, മറിയം ചെയ്യാഞ്ഞിട്ട് അവൾ ചുമ്മാ മറിയത്തെക്കുറിച്ചല്ല പറഞ്ഞത്, അവളെ കുറ്റപ്പെടുത്തിയില്ല. എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, അങ്ങനെയാണ് വാക്ക്, തനിയെ വിട്ടിരിക്കുന്നു. ഈ മാർത്തയ്ക്ക് ചിന്തിക്കാൻ അറിയുന്നു, ഈ മാർത്ത കർത്താവിനെ സ്വീകരിച്ച് വെളിക്ക് തന്നെ ഇട്ടേച്ച് പോവുകയാണോ ചെയ്തേ? പുറത്ത് തന്നെ ഇട്ടേച്ച് പോവുകയാണോ ചെയ്തേ? സ്വീകരിച്ചാൽ എവിടെ ഉണ്ടാവണം? കർത്താവിനെ സ്വീകരിച്ചാൽ എവിടെ ഉണ്ടാവണം? ഹൃദയത്തിൽ ഉണ്ടാവണം. മാർത്ത സ്വീകരിച്ചു, പുറത്ത് തന്നെ ഇട്ടേച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പം ഞാനിങ്ങനെ തമാശ പറയും, അവളെങ്ങാനും അന്നത്തെ കാലഘട്ടത്തിൽ ചക്കയും കപ്പയൊന്നും ഇല്ലാത്തത് നന്നായി. കാരണം ഈ ദേഷ്യത്തിൻ്റെ അടുത്ത് ചക്കപ്പുഴുക്കുണ്ടാക്കി ഇങ്ങനെ കുഴച്ച് കപ്പപ്പുഴുക്കുണ്ടാക്കി കുഴച്ച് പാവം പ്രിയപ്പെട്ട കർത്താവിന് കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലേ, അവിടെ ചെന്നവർക്കൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ മാർത്തായുടെ സ്വഭാവം മുഴുവൻ അവർക്ക് കിട്ടിയേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല.
ദൈവം നിന്നെ സ്നേഹത്താൽ നിറച്ചു, കാരുണ്യത്താൽ നിറച്ചു. എന്നാൽ അതേ ഒരു ഇച്ചിരിയെങ്കിലും, ഒരു കടുക് മണിക്ക് വലിപ്പത്തിലെങ്കിലും ഒന്ന് ആ ഈശോയുടെ സ്നേഹം ഒന്ന് പ്രകടമാക്കാൻ പറ്റിയാൽ നല്ലതാ. മനുഷ്യൻ ബലഹീനനാണ്, ദേഷ്യപ്പെടും അല്ലേ, അസ്വസ്ഥപ്പെടും, കുറ്റം പറയും, ഒക്കെ ചെയ്യും. പക്ഷേ അതിനാണ് പരിശുദ്ധമായ കുമ്പസാരക്കൂട്. അപ്പം ചിലർ ചോദിക്കും, കുറ്റം ചെയ്തിട്ട് പാപം ചെയ്തിട്ട് എപ്പോഴും ചെന്ന് അച്ഛൻ്റെ ചെവി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതല്ല, കഴിയുന്നിടത്തോളം യേശുവിൻ്റെ വഴികളിലൂടെ കടന്നു പോവുക. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും തളർന്നു പോവരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 10-40 വർഷമായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്ന് കരുതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയണ്ട, ഉണ്ട്. പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം, പരീക്ഷണങ്ങൾ ഉണ്ടാവാം. എന്തായാലും എന്തു തന്നെയായിരുന്നാലും നിന്റെ ശക്തിക്കതീതമായ ഒരു പ്രശ്നങ്ങളും കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കില്ല. ഇനി അനുവദിച്ചാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൂടെ കർത്താവായ ദൈവം എനിക്കും നിനക്കും നൽകും. അതും കൂടെ മേടിക്കണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ചില മക്കൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ, എൽറുഹായിലൊക്കെ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന പോട്ടയിലും കുട്ടുപുഴയൊക്കെ, അപ്പോൾ മക്കൾ വരുമ്പോൾ പറയും, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എല്ലാവരുടെയും ഒരേ രീതിയിലുള്ള ഇതാണ്, ഉത്തരമാണ്. എൻ്റെ പ്രാർത്ഥന എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഈ കർത്താവിന് ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, എന്നെയും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരൊറ്റ വചനമേ പറയുള്ളൂ, യെശയ്യാ 59:1-2. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അവിടെ പറയുന്നത്? രക്ഷിക്കാൻ കഴിയാത്ത വിധം, പറഞ്ഞോ, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. സ്റ്റോപ്പാക്കി. അതുവരെ പറയൂ, അത് കഴിഞ്ഞ് താഴോട്ടുള്ളത് മിണ്ടുകയില്ല, പറയുകയോ ഇല്ല, മിണ്ടുകയോ ഇല്ല, വായിക്കുകയോ ഇല്ല. വായിക്കുമോനെ, അവിടെ പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ പാപങ്ങളും അകൃത്യങ്ങളും നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ആയതിനാൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. അത് പറയില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കേൾക്കാനാവാത്ത വിധം കാത് മാന്യം സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് എത്ര വർഷമായി കർത്താവിൻ്റെ കാൽപാദത്തിൽ വന്ന് ചുംബിച്ച് അവിടുത്തെ തോലും കൂടെ പോയി കാണും. എന്നിട്ടും പറയുന്നത് എന്തുവാ? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുന്നവരെ അടുത്ത വചനം കൂടെ വായിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 1 ദിനവൃത്താന്തം 7:14, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം 1 അന്വേഷിക്കണം, 2 കണ്ടെത്തണം, 3 പ്രാർത്ഥിക്കണം, 4 ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അപ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്താണ്? അന്വേഷിക്കണം, കണ്ടെത്തണം, പ്രാർത്ഥിക്കണം, ദുർമാർഗങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നീ പിന്തിരിയണം. അപ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവസ്നേഹത്തിലേക്ക് ഓടാം അല്ലേ? ഓടണം. എത്ര ദൈവസ്നേഹം കിട്ടിയാലും എനിക്ക് മതിയാവില്ല. ഹല്ലേലൂയ, എനിക്ക് മതിയാവത്തില്ല. കാരണം എൻ്റെ ഹൃദയം എപ്പോഴും ശൂന്യമായ കുടമായിരിക്കണം. അതിൽ സ്നേഹത്തിൻ്റെ പുതിയ വീഞ്ഞ് നിറച്ച് അത് കവിഞ്ഞൊഴുകണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു വാക്കോളമല്ല, നിറച്ച് കവിയണം. ആ സ്നേഹത്തിൻ്റെ വീഞ്ഞ് എൻ്റെ സൂക്ഷിച്ച ബലഹീനമാക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ വീഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതമാകുന്ന സ്നേഹത്തിൻ്റെ കുടത്തിലെ ഇച്ചിരി വീഞ്ഞേ ഉള്ളെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ. എൻ്റെ പൊന്നു കർത്താവേ, ഇച്ചിരി സ്നേഹം ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ. കൊടുക്കാന്നേ, ഇച്ചിരിയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ഒരു കടുക് മണിക്ക് വലിപ്പത്തിൽ. അത് മുറിച്ചും കൊടുത്താൽ പോരെ? ഈശോ മുഴുവനും മുറിച്ചു തന്നു.
ഈശോ പറയത്തില്ലായിരുന്നു എനിക്ക് ഇച്ചിരി ഉണ്ടായിരുന്നു ഞാൻ തരത്തില്ലെന്ന് പറയത്തില്ലായിരുന്നോ? ഇച്ചിരിയെ ഉള്ളെങ്കിലും ഉള്ളത് നീ ഉള്ളതുപോലെ പങ്കുവെക്കണം. എങ്കിൽ മാത്രമേ ഇച്ചിരി ഉള്ളിടത്ത് ഒത്തിരി നിറയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന് എത്ര വലിപ്പമുണ്ട്? എത്ര വലിപ്പമുണ്ട്? കൈപ്പിടിയിൽ ഒതുങ്ങും. ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നമ്മുടെ ഹൃദയത്തിലെ ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് മക്കളെ? 700 എത്രയെങ്കിലും പറഞ്ഞോ? ഞാൻ പറയും 750. അത് തെറ്റാണേലും കുഴപ്പമില്ല. എത്രയായാലും കേട്ടെ, 700 ഉണ്ടോ? ഉണ്ട്. ഈ 700 കോടി ജനങ്ങളെയും അവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ യഹൂദരും ഉണ്ട്. നിന്നെ വെറുക്കുന്നവരുണ്ട്, നിന്നെ അടിച്ച് ചാട്ടവാറ് കൊണ്ട് തകർത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെ ആ കൊച്ചു ഹൃദയത്തിൽ, കൈപ്പിടിയിൽ ഒടുങ്ങുന്ന ഹൃദയത്തിൽ ചേർക്കാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞിരുന്നു കൈ പൊന്തിച്ചേ. ഓ മൈ ഗോഡ്, കണ്ടോണേ മക്കളെ, എല്ലാവരും കാണണം കേട്ടോ. പറ്റും, പറ്റണം. ഇനി ഒരൊറ്റ കാര്യം, എന്നോട് ഒത്തിരി അസ്വസ്ഥപ്പെട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരു കുടുംബത്തിലെ ഒരു മകൾ കല്യാണം കഴിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. എൻ്റെ ശത്രുത ആ കുടുംബത്തോടാണ്. പക്ഷേ അവർ കല്യാണം കഴിച്ച് ആ കുഞ്ഞിനോട് എനിക്ക് ശത്രുത ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞു പോലും നിന്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സ്നേഹം അപരിമേയമായ സ്നേഹമാണ്. അത് അതിർവരമ്പുകളില്ലാത്ത സ്നേഹമാണ്. അതിന് നീളമില്ല, വീതിയില്ല, വ്യാപ്തിയില്ല. അതിങ്ങനെ ഹൈവേ പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ കൈപ്പിള്ളയിൽ ഒതുങ്ങുന്ന ഹൃദയത്തിലേക്ക് ഈ ലോകത്തിലുള്ള സകല കോടി മക്കളെയും, ഏറ്റവും കൂടുതൽ എന്നെ വെറുക്കുന്നവരെ, എന്നെ അപമാനിച്ചവരെ, എന്നെ ഇൻസൾട്ട് ചെയ്തവരെ, എന്നെ ദുരിതക്കടലിലേക്ക് മുക്കി താഴ്ത്തിയവരെ എല്ലാം ചേർത്ത് വെച്ചാൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി യേശയ്യാ 49:15 അറിയാവോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് കുളുവിട്ട് തരാം. ബാക്കി നിങ്ങൾ പറഞ്ഞു. മറക്കാനാവുമോ? പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല. നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകളോടൊരു ചോദ്യം, കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് കേട്ടോ. പെറ്റ കുഞ്ഞിനെ, ചൊകരക്കുഞ്ഞിനെ അമ്മമാർ മറക്കുമോ? അതിനത് മിണ്ടാത്തെ, ഉറക്കപ്പറ. പുരുഷന്മാരോട് ചോദ്യം, പെറ്റമ്മ തൻ്റെ ചൊകരക്കുഞ്ഞിനെ മറക്കുമോ? ഉറക്കപ്പറ. ഇല്ല. യുഗാന്ത്യങ്ങൾക്ക് മുൻപേ യേശയ്യാ പ്രവാചകൻ 49:15 എഴുതി വെച്ചു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? ചോദ്യമാ. എന്നാൽ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സങ്കീർത്തനം 77:10 അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബേസ് ബോക്സുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ചൊകരക്കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന, കീറി മുറിച്ച് നിർദാക്ഷിണ്യം ഒന്ന് നിലവിളിക്കുവാൻ പോലും കഴിയാത്ത ചൊകരക്കുഞ്ഞുങ്ങളെ കീറി മുറിച്ച് കൊല്ലുന്നത് അമ്മമാര് പ്രസവിച്ചതാണോ അപ്പന്മാര് പ്രസവിച്ചതാണോ? പറമക്കളെ, അമ്മമാര് പ്രസവിച്ചതാ. മറക്കും, ഉറപ്പാ. ചൊകരക്കുഞ്ഞിനെ അമ്മയും മറക്കും, അപ്പൻ മറന്നു പോകുന്നത് കൊണ്ടാണല്ലോ കുടുംബം ഉപേക്ഷിച്ച് ചേക്കേറുകളായിട്ട് പോകുന്നത്. കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് എപ്പോഴോ കണ്ടുമുട്ടിയ യുവയുവാവുമായിട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഏൽറൂഹായിൽ കൗൺസിലിങ്ങിന് വന്ന് 2-3 ചെറുപ്പക്കാരി സ്ത്രീകൾ. പ്രിയപ്പെട്ടവരെ, വേദന തോന്നും കൗൺസിലിങ്ങിന് വരുമ്പോൾ. ചൊകരക്കുഞ്ഞുങ്ങളല്ല എങ്കിലും 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അന്യാധീനപ്പെടുത്തിക്കൊണ്ട്, ചിലപ്പോൾ അമ്മ വീട്ടിലോ അപ്പ വീട്ടിലോ ആയിരിക്കും, അവൾ
ഒരു സുപ്രഭാതത്തിൽ കണ്ട യുവാവുമായി സ്ഥലം വിട്ടു. അടുത്തത്, തൊട്ടു മുൻപിൽ തന്നെ ഭാര്യയ്ക്ക് സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ടും ആ ഭാര്യയെ മറന്നുകൊണ്ട് അന്യസ്ത്രീകളുടെ പുറകെ പോകുന്ന പുരുഷന്മാർ. ഒന്നോർത്ത് നോക്കിക്കേ, ക്രൈസ്തവരുടെ വിവാഹമുണ്ടല്ലോ, ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് എന്തൊരു നിയമമാണ് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് കുർബാന സ്വീകരിച്ചപ്പോൾ ഞാൻ കണ്ടു. ക്രിസ്ത്യൻസ് അല്ലാത്തവരെന്ന് കൈവന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. ബാക്കിയെല്ലാം ഭൂരിഭാഗവും ക്രിസ്ത്യൻസാ. എന്താണ് അവിടെ പറയുന്നത്? ഇന്നു മുതൽ മകരെന്ന് ഒരിക്കലും പറയരുത്. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, മരണം വരെ ഞാൻ ഈ മകൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിയുടെ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ബൈബിൾ സത്യം. ഹല്ലേലൂയ. എത്ര പേര് മരണം പോയിട്ട് മകരം പോയിട്ട് ചിങ്ങം വരെ നിന്നിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞൊരു കൊച്ചു വന്നിട്ട് എന്നോട് കൗൺസിലിംഗ് എടുത്ത് പറയുകയാണ്, ചേച്ചി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 3 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, പിന്നെന്തിനാടാ നീ കല്യാണം കഴിക്കാൻ പോയത്? ഈ 3 ദിവസം ജീവിക്കാനാണ് കല്യാണം കഴിക്കാൻ പോണോ? അപ്പം പറഞ്ഞു അതൊരു ഹിസ്റ്ററിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഹിസ്റ്ററി ഒന്നും കേൾക്കണ്ട, കാര്യം മാത്രം പറഞ്ഞാൽ മതി. അവൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു അവൾക്ക് വേണ്ടെങ്കിൽ നീ എന്തിനാടാ കെട്ടാൻ പോയത്? ഈ വേണ്ടാത്തൊരു കെട്ടാൻ നിൽക്കണോ? മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നു മുതൽ ജീവിതാന്ത്യം വരെ, വാർദ്ധക്യം വരെ, മരണം ഞങ്ങളെ വേർപിരിയും വരെ ഞങ്ങൾ ഒന്നായി ജീവിച്ചു കൊള്ളാമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ടാണ് അവരുടെ ജീവിതം ആരംഭിച്ചത്. എൻ്റെ അടുത്ത് യുവതികൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് തോബിത്തിൻ്റെ പുസ്തകത്തിലെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇവിടെ അമ്മയേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. 27:10 പറഞ്ഞു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വേദനിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തെ നീ മറന്നുപോയാലും, ദൈവത്തെ നീ ഉപേക്ഷിച്ചു പോയാലും നിന്റെ പുറകെ വരുന്ന ദൈവമാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം 100 ആടുകൾ ഉണ്ടായിരിക്കെ 1 നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് 100 എണ്ണത്തിനെ 1 പോയപ്പോൾ കർത്താവിന് വേദന തോന്നി. കർത്താവ് 99 മരുഭൂമിയിൽ വിട്ടിട്ട്, ചെന്നായി വരാം, മൃഗങ്ങൾ വരാം, എല്ലാം തിന്നും. പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ, ചിന്തയില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ചിന്തയുണ്ട്. എന്നിട്ട് എന്തു ചെയ്തു? അന്വേഷിച്ചു പോയി, നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോയി അവനെ തോളിലേറ്റി. നോർത്ത് നോക്കിയേ, നീ ദുർഘടാവസ്ഥയിലാണോ? നീ നിരാലംബയാണോ? നിന്നെ ആരും നോക്കുന്നില്ലേ? നിന്റെ ഭർത്താവ് നിന്നെ മരിച്ചുപോയോ? കർത്താവും ഭർത്താവുമായ സൃഷ്ടാവായ ദൈവം നിന്റെ കർത്താവാണ്. നീ ഒറ്റയ്ക്കല്ല. ചിലർ ഒന്ന് പറയും ഒറ്റയ്ക്കാന്ന്. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കാന്ന്? നീ ഒറ്റയ്ക്കൊന്നുമല്ല. കർത്താവ് എന്ന് നിൻ്റെ കൂടെ. നീ ചിലപ്പോൾ കർത്താവിനെ കാണുന്നില്ലായിരിക്കാം, മറന്നുപോയിരിക്കാം, ഉപേക്ഷിച്ചിരിക്കാം. പക്ഷേ എപ്പോഴും നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. അതിന് അർത്ഥമുണ്ട്, അതിന് വചനമുണ്ട്. ധൂർത്തപുത്രനെ വ്യക്തിപരമായി കാത്തിരുന്ന് സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. സമരിയാക്കാരിയെ യാക്കോബിന്റെ കിണറില് അവൾ വരുന്നത് നോക്കിയിരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. നീ ഏത് ഭാഗത്ത് പോയിരുന്നാലും നിന്റെ കർത്താവ് നിന്റെ പുറകിലുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നവനാ ദൈവം. ഹല്ലേലൂയ. നീ ഏത് ഉഗാണ്ടേ പോയാലും കർത്താവ് നിന്നെ കാണും. ഹല്ലേലൂയ. നീ എന്ത് പാപം ചെയ്താലും ദൈവം നിന്നെ കാണും. ഹല്ലേലൂയ. അതൊരു മറവല്ല. പക്ഷേ ചിലർ വിചാരിക്കും എന്നാ ചെയ്താലും കുഴപ്പമില്ല, കർത്താവ് കാണുന്നു. 1000 സൂര്യനേക്കാൾ 10 മടങ്ങ് കാഴ്ച ശക്തിയുള്ളവനാണ് കർത്താവിൻ്റെ കണ്ണുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.